ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് ഡ്രോവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. 5 തിങ്സ് ടു ഡു ഫോർ ഫൈനാൻഷ്യൽ ഫ്രീഡം. അതായത് നമ്മൾ പറയുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2026 തന്നെ അല്ലെങ്കിൽ 2026 കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തികപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കൽ അല്ലേ. നമ്മളിപ്പം ഇന്ത്യയിലെ ഒരു കണക്കെടുത്ത് വെച്ച് നോക്കിയാൽ ഒരുപാട് ആളുകളും ജോലിക്ക് പോയിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർക്ക് ജോലി ചെയ്തില്ല എങ്കിൽ പൈസ കിട്ടാത്തൊരു അവസ്ഥ വരും. ജോലി ചെയ്തില്ല എങ്കിൽ വീട്ടിൽ കാര്യങ്ങൾ നടക്കാത്തൊരവസ്ഥ വരും അല്ലേ. മരുന്ന് വാങ്ങാൻ പറ്റില്ല, ഭക്ഷണം കൃത്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റില്ല, ഇഷ്ടമുള്ള രീതിയിൽ വെക്കേഷൻസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും പറ്റും. കാരണം ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പണിയും അതായത് നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ആഗ്രഹമില്ലാതെ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൈസ മാസാമാസം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് പൈസ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ആ പൈസ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് ഈ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ വീഡിയോ തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, പേഴ്സണൽ ഫിനാൻസ് പോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങളുടെ വെൽത്ത് ബിൽഡ് ചെയ്ത് തരുന്ന തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരുപാട് ആളുകൾ 2026 എൻ്റർ ചെയ്യുന്നത് സെയിം സാലറി, അതായത് നമുക്ക് മുമ്പേ എത്രയാണോ സാലറി കൊണ്ടിരുന്നത് അതേ സാലറി തന്നെ, അതുപോലെ തന്നെ അതേ എക്സ്പെൻസ് തന്നെ, അതുപോലെ തന്നെ അതേ സാമ്പത്തികപരമായിട്ടുള്ള സ്ട്രെസ് അല്ലെങ്കിൽ മണി സ്ട്രെസ്സിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വർഷം അല്ലേ, ഇപ്പോൾ 2026 ജനുവരി ഏകദേശം കഴിയാറായി. അപ്പോൾ ഈ ഒരു വർഷം തന്നെ നിങ്ങൾ ഇതിൽ ചെറിയൊരു മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ, അതായത് സാലറി സെയിം ആയിരിക്കും, പക്ഷേങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ SIP ചെയ്ത് തുടങ്ങിയിട്ടില്ല എങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് കുറച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന എക്സ്പെൻസുകൾ പരമാവധി കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാ എക്സ്പെൻസും കട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള എക്സ്പെൻസ് അതായത് കുറച്ചെങ്കിലും കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നേ പറയുന്നുള്ളൂ. പിന്നെ എന്താണ്? If you don't control your money at the beginning of the year, money will control you for the rest of the year. അതായത് വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ, അതായത് ജനുവരി മാസത്തിൽ തന്നെ നിങ്ങൾ പൈസ നല്ല രീതിക്കൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ പിന്നെ ഫെബ്രുവരി മാസം, മാർച്ച്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഡിസംബർ വരെ നിങ്ങൾ പല രീതിയിലുള്ള ചിലവുകൾ വർദ്ധിപ്പിച്ച് ആവശ്യമില്ലാത്ത തരത്തിലുള്ള എക്സ്പെൻസുകൾ കൂട്ടിയിട്ട് നിങ്ങളുടെ ജീവിതം ലോങ് ടേമിൽ ബുദ്ധിമുട്ടാക്കാനുള്ള സാധ്യത കൂടുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഡു എ കംപ്ലീറ്റ് മണി ഓഡിറ്റ് ഇൻ ജനുവരി. ഈ ജനുവരി മാസം തന്നെ നിങ്ങൾ ഈ മാസാവസാനമാകുമ്പോൾ, അതായത് ജനുവരി 30 ആകുമ്പോൾ നിങ്ങൾ ഒരു ഓഡിറ്റ് നടത്തണം. നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളൊരു ഓഡിറ്റ് നടത്തണം. അതായത് നോ യുവർ റിയൽ ഫൈനാൻഷ്യൽ പൊസിഷൻ. നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് നിങ്ങൾ കൃത്യമായിട്ട് കാണുക അല്ലേ. എന്താണ് ബാലൻസ് ഷീറ്റ്? കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുന്ന പോലെ അല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അസറ്റ്സും ലയബിലിറ്റിയും കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര അസറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ലയബിലിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ആൾക്ക് കൊടുക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻകം നോക്കണം അല്ലേ. നിങ്ങൾ ടോട്ടൽ മാസം നിങ്ങൾക്ക് എത്ര ഇൻകം വരുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഈ മാസം എത്ര രൂപ നിങ്ങൾ എക്സ്പെൻസ് ആയിട്ട് കളയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. പറ്റുമെങ്കിൽ നിങ്ങളൊരു പുസ്തകം വാങ്ങിയിട്ട് കൃത്യമായിട്ട് ഓരോ മന്തിലും നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വലിയ രീതിയിലുള്ള എക്സ്പെൻസ് എവിടെയാണ് പോയത്, അല്ലെ വലിയ രീതിക്ക് നമുക്ക് സാലറിക്ക് പുറമേ നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ ഇൻകങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മന്ത്ലി ഇൻകം, മന്ത്ലി എക്സ്പെൻസ്, ഹൗ മച്ച് ദേ ആക്ച്വലി സേവ്. അതായത് ഓരോ മാസവും നമ്മൾ എത്ര രൂപ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഇനി അത് കുറവാണെങ്കിൽ നിങ്ങൾ അടുത്ത മാസം അത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നിങ്ങൾ എന്തായാലും ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലേ. എല്ലാ സോഴ്സിലുള്ള ഇൻകവും നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ റെന്റിലൂടെ നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ട് ആ പ്രോപ്പർട്ടിയിൽ ആരെങ്കിലും നിങ്ങൾ പാട്ടത്തിന് കൊടുത്തിട്ട് അതിൽ നിന്നൊരു ലീസ് എമൗണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ
ആ തരത്തിലുള്ള പൈസ നിങ്ങൾ എഴുതി വെക്കണം അല്ലേ. നിങ്ങൾ ചിലപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുന്നതാണെങ്കിൽ അത് എഴുതി വെക്കണം. പിന്നെ എന്താണ്, പിന്നെ നിങ്ങളുടെ ഫിക്സഡ് എക്സ്പെൻസസ് ഉണ്ടാവും. നിങ്ങളിപ്പം എന്തായാലും നിങ്ങളുടെ വരുമാനം കൂടിയാലും ഇല്ലെങ്കിലും എന്തായാലും നിങ്ങൾ കൊടുക്കേണ്ട തരത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവും. അതിനെയാണ് ഈ ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പം വാടകയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഹൗസ് ഓണർക്ക് കൊടുക്കുന്ന റെന്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ കൊടുക്കണം. മന്ത്ലി ഒരു 10,000 കൊടുക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ കൊടുക്കേണ്ടത് എങ്കിൽ ആ 10,000 രൂപ എന്തായാലും നിങ്ങൾ അവിടെ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ വരുമാനം കുറഞ്ഞാലും വരുമാനം കൂടിയാലും ആ 10,000 രൂപ സ്റ്റേബിളാണ്. ഇനി അടുത്തതാണ് EMI. നിങ്ങളിപ്പം ആമസോണൊക്കെ ഒരുപാട് EMI ഓപ്ഷൻസ് തരുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പൈസ EMIയിലൂടെ പോകുന്നത് പലരും അറിയുന്നില്ല. അപ്പോൾ EMI നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോ മാസവും എത്രയാണ് EMI കൊടുക്കുന്നത്, 5,000 8,000 പെർ മന്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കുക. കാരണം EMI ഒക്കെ കൂടിയാൽ നിങ്ങളുടെ ഓവറോൾ ഇൻകം വളരെ നല്ല രീതിയിൽ കുറയുന്നതും അതുപോലെ തന്നെ കുറഞ്ഞു കഴിയുമ്പോൾ ആ ഇൻകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വരുമാനം ലോങ് ടേമിൽ ബിൽഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കുറയുകയാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. നിങ്ങൾ ഉപയോഗിക്കാത്ത തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടാവും. ചിലപ്പം നെറ്റ്ഫ്ലിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആമസോൺ, ഹോട്ട്സ്റ്റാർ പോലെയുള്ള സബ്സ്ക്രിപ്ഷൻസ് നിങ്ങൾ യൂസ് ചെയ്യാതെ വെറുതെ മന്ത്ലി പേയ്മെൻറ്റ് കൊടുക്കുന്ന തരത്തിലുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഒരു പൈസ കൊടുക്കുന്നത്? പറ്റുമെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വേരിയബിൾ എക്സ്പെൻസസ് ഉണ്ടാവും. അപ്പം നമ്മൾ ചിലവാക്കുന്നതിനനുസരിച്ചിട്ട് കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ് ഈ വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു പുറത്ത് പോയിട്ട് ആഴ്ചയിൽ 3 4 5 ദിവസം പുറത്ത് പോയി കഴിക്കുന്ന ഒരാളാണെങ്കിൽ അതിനൊന്ന് കട്ട് ഡൗൺ ചെയ്താൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമേ പോകൂ, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം മാത്രമേ പുറത്ത് പോയി ഫുഡ് കഴിക്കൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ചിലവ് വീണ്ടും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ചിലവ് കുറയ്ക്കുന്ന മാർഗ്ഗങ്ങൾ നിങ്ങൾ ഈ 2026 തേടണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും തുക ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സേവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ബിൽഡ് ആവുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ്, ഓരോ മാസവും അറ്റ്ലീസ്റ്റ് ഒരു അൺനെസസറി എക്സ്പെൻസ് എങ്കിലും നിങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് പോയിന്റ് നമ്പർ 2 ആണ് ഇനി പറയുന്നത്. ഡിസൈഡ് 1 ഇൻകം അപ്ഗ്രേഡ് ഫോർ 2026. അതായത് ഒരു ഇൻകം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഒരു ജോബിൽ മാത്രമാണ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത് എങ്കിൽ ആ ഒരു ജോബിന് എന്തെങ്കിലും ഒരു റിസ്ക് വന്നാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു AI ഒക്കെ നല്ല രീതിക്ക് തഴച്ചു വളർന്ന് ഒരു കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒരു പീക്ക് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ജോലി പോകും. അപ്പോൾ നിങ്ങളൊരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് യാതൊരുവിധ തരത്തിലുള്ള രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൊറോണ പോലെയുള്ള ഒരു അവസ്ഥയൊക്കെ വന്നാൽ ഒരുപാട് ജീവനക്കാരെ പിരിച്ചു വിട്ടിരുന്നു ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഇൻകം അപ്ഗ്രേഡ്, അതായത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ ഈ 2026 നടത്തുക. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ജോബ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് പെർമനൻറ്റ്. ഇൻഫ്ലേഷൻ റിഡ്യൂസസ് സാലറി വാല്യൂ എവറി ഇയർ. അതായത് എല്ലാ വർഷവും നിങ്ങൾക്ക് സാലറി കുറച്ച് രീതിയിൽ അങ്ങ് കൂടുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടി ഒരു വില്ലനായിട്ടുണ്ട് എന്നുള്ള കാര്യം പലരും തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പണത്തിൻ്റെ വാല്യൂ ഓരോ വർഷം കഴിയും തോറും ഒരു 6% അടുത്ത് കുറഞ്ഞു വരികയാണ് എന്നാണ് പറയുന്നത് അല്ലേ. ഇന്ത്യയുടെ ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 to 6% അടുത്താണ് വരുന്നത്. അപ്പോൾ ആ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ കൂടിയാണ് നമ്മൾ പറയുന്നത് ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എവിടെയൊക്കെ കിട്ടുന്നു അവിടെ നിന്നൊക്കെ നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേ പറ്റൂ. പിന്നെ എന്താണ് ഇൻകം അപ്ഗ്രേഡ് മീൻസ്, അതായത് ഇൻകം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് പുതിയ തരത്തിലുള്ള ഒരു സ്കിൽസ് പഠിക്കാം അല്ലേ. ലേണിംഗ് എ ന്യൂ സ്കില്ല് പഠിക്കാം. പിന്നെ എന്താണ്, ഇപ്പോഴുള്ള ജോബിൽ നല്ല രീതിക്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ട് ആ ജോബിൽ തന്നെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രൊമോഷൻസ് പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങളുടെ വരുമാനം കൂടുന്നതായിരിക്കും. പിന്നെ എന്താണ്, ഒരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യുക. അപ്പോൾ പല രീതിയിലുള്ള നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ പാഷനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലൂടെ വരുമാനം കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് നിങ്ങൾക്ക് ബുക്ക് എഴുതാനുള്ള കഴിവുണ്ട് എങ്കിൽ അല്ലേ, ആ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് സെല്ല് ചെയ്യുന്നതിലൂടെ അതിൽ നിന്നൊരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻകം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഓവറോൾ മന്ത്ലി ഇൻകം വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ ഓവറോൾ ഇയർലി ഇൻകം വർദ്ധിപ്പിക്കാനുള്ള പോസിബിലിറ്റീസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. പിന്നെ ഫ്രീലാൻസ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് ഒക്കെ ആണെങ്കിൽ കൺസൾട്ടിങ്ങിലൂടെ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് സൈഡ് ഇൻകം കൂടുതലായിട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നേ പറയാൻ പറ്റും. പിന്നെ എന്താണ് അടുത്തത്, പോയിന്റ് 3 ആണ്.
ഓട്ടോമേറ്റ് ഇൻവെസ്റ്റിംഗ് ഫ്രം ദ ഫസ്റ്റ് മന്ത്. അതായത് ആദ്യ മാസം തന്നെ നിങ്ങൾ ഒരു ഓട്ടോമേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു SIP ആണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ SIP എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. അപ്പോൾ എല്ലാ മാസവും നിങ്ങൾ ഒരു നല്ല രീതിക്കുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ മന്ത്ലി ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് 5,000 10,000 വെച്ചിട്ട് നിങ്ങൾ വരുമാനം കുറവുള്ള ആളാണ് എങ്കിൽ 5,000 6,000 അല്ലെങ്കിൽ 10,000 ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. വരുമാനം കൂടുതലാണെങ്കിൽ ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മന്ത്ലി ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടാവുന്ന വിധത്തിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. നിങ്ങളുടെ സാലറി വന്ന് പിറ്റേ ദിവസം തന്നെ കട്ടാവുന്ന വിധത്തിലുള്ള ഡേറ്റ് കൊടുത്താൽ നിങ്ങളൊന്നും അറിയാതെ തന്നെ പൈസ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയിട്ട് ഒരു ലോങ് ടൈമിൽ ഒരു 5 to 6 years ഒക്കെ ആകുമ്പോൾ നല്ല രീതിക്കുള്ള ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എത്രത്തോളം ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ലോങ് ടൈമിൽ നിങ്ങളുടെ ഗോൾ വൈസ് വേണം നിങ്ങൾ പൈസ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പൈസ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അറിവില്ല എങ്കിൽ നല്ല രീതിക്കുള്ള ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറി ഒക്കെ കണ്ടിട്ട് പൈസ നിക്ഷേപിക്കുന്നതായിരിക്കും കൂടുതലായിട്ടും നല്ലത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഡോണ്ട് വെയിറ്റ് ഫോർ എ പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്, ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നിങ്ങൾ മാർക്കറ്റിനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ലോങ് ടൈമിൽ ഇപ്പോൾ Nifty 50, ബാങ്ക് നിഫ്റ്റി അല്ലെ, ഇന്ത്യൻ മാർക്കറ്റ് പല രീതിക്കുള്ള മൂവ്മെന്റ്സ് നടത്തും. വലിയ നല്ല ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ചില സമയം നമ്മൾ നല്ല റിസൾട്ട് ആണെങ്കിൽ കൂടി ശക്തമായിട്ട് താഴോട്ടേക്ക് വരും. ഇനി മോശം റിസൾട്ട് ആണെങ്കിൽ ശക്തമായിട്ട് മുകളിലോട്ടേക്ക് പോകും. അങ്ങനത്തെ ഒക്കെ അവസ്ഥയുണ്ട്. നമുക്ക് കൃത്യമായിട്ട് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. അപ്പോൾ SIP ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മാർക്കറ്റിനെ ടൈം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ മാസവും ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻകം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പോയാൽ മതി. ലോങ് ടേമിൽ നിങ്ങൾക്ക് അത് നല്ല രീതിക്കുള്ള ബെനിഫിറ്റ്സ് മാത്രമേ കൊണ്ടുതരികയുള്ളൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഹിസ്റ്ററി പഠിച്ചാൽ നിങ്ങൾക്ക് ഇക്കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ ഇതാണ് ലോങ് ടേം തിങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നാലാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിക്സ് ഡെപ്റ്റ് ആൻഡ് ബിൽഡ് എമർജൻസി ഫണ്ട് ഏർലി. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പല വീഡിയോസിലായിട്ട്. എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പം അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തെ ഒരു സേവിങ്സ് എങ്കിലും നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഈ സേവിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ 6 മാസം വളരെ സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു ഫണ്ട് അല്ലെങ്കിൽ ഒരു കോർപ്പസ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും സേഫ് ആയിട്ട് ഒരു ലിക്വിഡ് അസറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലാണ് ഒരു നല്ലൊരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്ത ഒരാളെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് ഡെപ്റ്റ്. പിന്നെന്താണ്? ഡെപ്റ്റ് ഉണ്ട്. നിങ്ങൾ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ കടമെടുത്തിട്ടുണ്ട്, പേഴ്സണൽ ലോൺ ഉണ്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടോ, അങ്ങനെ അത്തരത്തിലുള്ള ലോണുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. EMI ഒന്നും യാതൊരു കാരണവശാലും മുടക്കാൻ പാടില്ല. കാരണം അത് നിങ്ങളെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും, സിബിൽ സ്കോറിനെ ബാധിക്കും. പിന്നീട് നിങ്ങൾക്ക് ഭാവിയിൽ ലോൺ കിട്ടാത്തൊരവസ്ഥയൊക്കെ വരും. അപ്പോൾ അതൊക്കെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഡെപ്റ്റ് റെഡ്യൂസസ് ഫ്യൂച്ചർ ഫ്രീഡം. പരമാവധി നിങ്ങൾ ഡെപ്റ്റ് കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഡെപ്റ്റ് എടുക്കുന്നെങ്കിൽ തന്നെ നിങ്ങൾ ഗുഡ് ഡെപ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അസറ്റ് ഒക്കെ ബിൽഡ് ചെയ്യുന്നതാണെങ്കിൽ ഗുഡ് ഡെപ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പേഴ്സണൽ യൂസിലാണ് നിങ്ങളൊരു കാർ വാങ്ങിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ് ആണ്. അത് നിങ്ങൾക്കൊരു അസറ്റ് അല്ല. അത് നിങ്ങൾക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു അസറ്റ് അല്ല, അല്ലെ? ഓരോ വർഷം കഴിയുന്തോറും ഒരു 20% ഡിപ്രീസിയേഷൻ വെച്ചിട്ട് കാറിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ട് വരിക, അല്ലെ? 20% അല്ലെങ്കിൽ 10% ഒക്കെ ഡിപ്രീസിയേഷൻ വെച്ചിട്ട് നിങ്ങളുടെ കാറിന്റെ വാല്യൂ ഓരോ കൊല്ലം കഴിയും തോറും കുറഞ്ഞു വരികയാണ് ചെയ്യുക. നേരെ മറിച്ച് നിങ്ങളൊരു 3-4 കാർ വാങ്ങിയിട്ട് നിങ്ങൾ ഒരു ഊബറിന് വേണ്ടിയിട്ട് റൈഡിന് കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മറ്റ് ആളുകൾക്ക് റെന്റിനായിട്ട് കൊടുത്തു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മന്ത്ലി റെന്റൽ ഇൻകം കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു നല്ല രീതിക്കുള്ളൊരു ഇൻകം ജനറേറ്റ് അസറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം തന്നെ അസറ്റായിട്ടും യൂസ് ചെയ്യാം, ലയബിലിറ്റി ആയിട്ടും യൂസ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ഫ്രീ ആയിട്ടുള്ള മണിയല്ല. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് നിങ്ങൾക്ക് നല്ല രീതിക്കൊരു സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ എല്ലാ ബാങ്കുകാരും അല്ലെങ്കിൽ ആ ഒരു സാലറി നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്ന നിങ്ങളുടെ സ്വന്തം ബാങ്ക്. അപ്പോൾ ആ ബാങ്ക് നിങ്ങളെ യൂഷ്വലി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് തരാം, 45 ദിവസം നിങ്ങൾ ഒരു ഇൻട്രസ്റ്റും അടച്ചിട്ടില്ല എങ്കിൽ കുഴപ്പമില്ല, 45 ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു 2 lakh rupees വരെ നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ തരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു ഫ്രീ മണിയാണ്. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം വരുന്നത് നിങ്ങൾക്ക് ഈ ഫ്രീ മണി കിട്ടുമ്പം ഭൂരിഭാഗം ആളുകൾക്കും ആ പൈസ ഒരു ഒരു പല രീതിക്കുള്ള ഒരു എക്യുപ്മെന്റ്സ് വാങ്ങുക, അല്ലെ? ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒരു ടൂർ പോവുക, അത്തരത്തിലായിരിക്കും കൂടുതൽ ആളുകളും ആ പൈസ യൂസ് ചെയ്യുന്നത്. അത്തരത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാങ്കുകാർ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിലോ ആ പൈസ യൂസ് ചെയ്തിട്ട് മറ്റു പല ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിലൊക്കെ ഇടും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പൈസ ചിലപ്പം കടം കൊടുത്തിട്ട് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തും, അല്ലെ? ഈ 45 ദിവസം ആ പൈസ യാതൊരുവിധ തരത്തിലുള്ള ഒരു
എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ആ ബാങ്കിന് കൊടുക്കണ്ട അല്ലേ. 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ പൈസ ഒരു 44ാമത്തെ ദിവസം നിങ്ങൾ ആ പൈസ തിരിച്ചടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 45 ദിവസം അല്ലെങ്കിൽ 44 ദിവസം ആ പൈസ നിങ്ങൾക്ക് വെറുതെ ബാങ്ക് തന്ന പോലെയാണ്. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ക്രെഡിറ്റ് കാർഡ്സിനെ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അല്ലാത്ത ആളുകളുണ്ടാവും, ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് വാങ്ങും, അല്ലെങ്കിൽ TV വാങ്ങും, അല്ലെങ്കിൽ ഒരു iPhone വാങ്ങും, ആ 2 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു EMI ട്രാപ്പിൽ പെട്ടുപോകും അല്ലേ. പിന്നെ നിങ്ങൾ അടുത്ത കൊല്ലം അല്ലെ അടുത്ത മാസം നിങ്ങൾ ഈ 2 ലക്ഷം രൂപ തിരിച്ചടക്കാനുള്ള ശ്രമം നടത്തും. ഇനിയിപ്പോൾ ഈ 45 ദിവസത്തിൽ നിങ്ങൾക്ക് പൈസ തിരിച്ചടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ EMI സ്റ്റാർട്ടായി. അപ്പോൾ വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള ലൂപ്പിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ്സ് ബുദ്ധിപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ യാതൊരു കാരണവശാലും ഒരു തെറ്റുമില്ല. ഇനി മോശമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡബിൾ എഡ്ജഡ് സ്വാഡാണ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പോയിന്റ് 5 ആണ്. അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 2026 കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള കോർപ്പസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനുള്ള സാധ്യതയും വർദ്ധിക്കുന്നതായിരിക്കും. പിന്നെ എന്താണ് ലോക്ക് 3 മണി ഹാബിറ്റ്സ് ഫോർ ദ ഹോൾ ഇയർ. അപ്പോൾ 3 മണി ഹാബിറ്റ്സ് ആണ് ഈ 5ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ട്രാക്ക് മണി മന്ത്ലി. നിങ്ങൾ എല്ലാ മാസവും നിങ്ങളുടെ മണീനെ നിങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വരുന്ന വരവ് ചിലവുകളൊക്കെ നിങ്ങൾ കൃത്യമായി ട്രാക്ക് ചെയ്യുക. ലേൺ 1 ഫൈനാൻഷ്യൽ കോൺസെപ്റ്റ് റെഗുലർലി. അത് ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള ഓരോ കോൺസെപ്റ്റ്സുകൾ ഉണ്ടാവും അല്ലേ. ഇപ്പം ഡെപ്റ്റ്, ഇക്വിറ്റി, അല്ലെങ്കിൽ എന്താ പറയുക ഈ ഷെയർ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ ഈ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് എന്താണ്. അപ്പോൾ അത്തരത്തിലുള്ള കോൺസെപ്റ്റ്സുകൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയില്ലെങ്കിൽ ഫൈനാൻസ് മേഖലയിൽ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്ത് ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ പല രീതിക്കും ശ്രമിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് നോളജ് കിട്ടിയിട്ട് അതുവഴി നിങ്ങൾക്ക് എങ്ങനെ പൈസ കുറച്ചും കൂടി ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്ത് ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾക്ക് അത്തരത്തിലുള്ള നോളജ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ തന്നെ ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, പേഴ്സണൽ ഫിനാൻസ് പോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ വെൽത്ത് ബിൽഡ് ചെയ്തു തരുന്ന തരത്തിലുള്ള വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനൽ ഇടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇൻ്റലിജൻസിനേക്കാളും വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് ഇപ്പം കൺസിസ്റ്റൻസിക്കുള്ളത്. നിങ്ങളിപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ മാസവും നല്ല രീതിക്ക് ഒരു SIP ചെയ്യുക, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ സേവ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ നല്ല രീതിക്കുള്ള ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ നിക്ഷേപിക്കാനുള്ള ഒരു അവസ്ഥ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി. നിങ്ങൾ ലോങ് ടേം നിങ്ങൾ സക്സസ് ആവാനുള്ള സാധ്യത, അല്ലെങ്കിൽ വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള സാധ്യത കൂടുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എക്സൈറ്റ്മെന്റിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഡിസിപ്ലിൻ കൊടുക്കണം. അച്ചടക്കത്തോടു കൂടി പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തണം എന്നാണ് പറയുന്നത്. ഫൈനാൻഷ്യൽ ഫ്രീഡം ഈസ് നോട്ട് വൺ ബിഗ് ഡിസിഷൻ, ഇറ്റ്സ് മെനി സ്മോൾ റൈറ്റ് ഡിസിഷൻ. ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു 2026 ആയതുകൊണ്ട് ഒരു വലിയൊരു രീതിയിലുള്ള ചേഞ്ച് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നല്ല. അത് വളരെ നിങ്ങൾ 2026 ആണെങ്കിലും, അല്ലെങ്കിൽ 2027, 2028 ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ന്യൂ ഇയർ അല്ല എങ്കിൽ കൂടി ഓക്കെ, നിങ്ങൾ നല്ല രീതിക്കുള്ള ചെറിയ രീതിയിൽ ചെറിയ ഡിസിഷൻസ് എടുത്തിട്ട് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വന്നാൽ തന്നെ നിങ്ങൾ വലിയ രീതിക്കുള്ള ഒരു കോമ്പൗണ്ടിങ് റിട്ടേണിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി നമ്മൾ പറയുകയാണ്. ഓക്കെ, 2026 ക്യാൻ ബി അനദർ നോർമൽ ഇയർ ഓർ എ ടേണിംഗ് പോയിന്റ്. ഈ 2026 എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പേ ജീവിച്ചു തീർത്ത ഒരു വർഷം പോലെയോ ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നിങ്ങളുടെ ശക്തമായിട്ടുള്ള ഒരു വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാം. അപ്പോൾ ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് മച്ച് ബെറ്റർ ആവുന്നതായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മളുടെ വീഡിയോ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. നല്ല രീതിക്കുള്ള ഒരു വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥ കൂടി അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള വീഡിയോ ആണിത്. ഓക്കെ, വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവരെയും നന്ദി, നമസ്കാരം.